ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇച്ചുക്കുട്ടിയുടെ പിറന്നാൾ. അപ്പം നാളനുസരിച്ച് ഇന്നാണ് കേട്ടോ വരുന്നത്. ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ 20th അപ്പോൾ ഇന്ന് 27th സെപ്റ്റംബറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാതാവിൻ്റെ ഒരു കുരിശുപള്ളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ നേരത്തെ തിരിയൊക്കെ കത്തിക്കാറുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും തിരിയൊക്കെ കത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വഴി അപ്പോൾ ഇച്ചിക്കുട്ടനെയും കൊണ്ട് ഇവിടെ വന്ന് തിരി കത്തിക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഇവിടുന്ന് തിരി വാങ്ങിച്ചുകൊണ്ട് കടയിൽ നിന്ന് തിരി വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങളിവിടെ വന്ന് കത്തിക്കുകയാണ് കേട്ടോ. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ പള്ളിയിൽ കയറുവാണെങ്കിലും അമ്പലത്തിൽ കയറുവാണെങ്കിലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് തിരിയൊക്കെ കത്തിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. അപ്പോൾ ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ഉറക്കം പോകുന്നതിന് മുന്നേ അവളെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീപ്പിച്ചു കുളിപ്പിച്ചു ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ ഇനി കലശം നടക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒക്ടോബർ 14 തുടങ്ങിയാണ് നമ്മുടെ അമ്പലത്തിൽ കലശം നടത്തുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് ഇനി നമ്മൾ കുറച്ച് വഴിപാടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുണ്ട്. എണ്ണയോ അതുപോലെ പുഷ്പാഞ്ജലി അങ്ങനെ എന്തെങ്കിലും കഴിപ്പിക്കണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴ അങ്ങനെ തുള്ളാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ചാറ്റൽ മഴയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിക്കുട്ടി അതിലൂടെല്ലാം ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ വരുന്നത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ മാറി വന്നും പൊക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അച്ഛയ്ക്ക് അയച്ചു കൊടുക്കണം, അതുകൊണ്ടൊന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഉറക്കപ്പിച്ചിൻ്റെ ആ ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ ഉണ്ണിക്കുട്ടനെ കണ്ടു കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് ഇച്ചുവിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കാണുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരുന്നോളും കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. ഇനി വേണം നമുക്ക് എന്തെങ്കിലും കാപ്പിയോ അതുപോലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പമാണ് കേട്ടോ. അപ്പമുണ്ട്, അതുപോലെ ബീഫുണ്ട്, പിന്നെ ഗ്രീൻ പീസാണ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് കേട്ടോ. ഇത് പാലപ്പമാണ്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ സെയിം റെസിപ്പിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും നല്ല അടിപൊളി മഴ വരികയാണ് കേട്ടോ. അപ്പോൾ ഇച്ചുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാനിന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പായസമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു കേട്ടോ. മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ അടപ്രഥമന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കാൻ മതിയല്ലോ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിങ് ഇരിക്കുന്നു. അപ്പോൾ ഇതുണ്ടോ, ഇപ്പം നല്ല മഴയാണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മഴ പിന്നെയും പോയി കേട്ടോ. അപ്പോൾ മഴ ഒന്ന് കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇച്ചുക്കുട്ടീനെയും കൊണ്ട് വെറുതെ ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ നടക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ ഞെക്കി പൊട്ടിക്കുന്ന കായ കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമല്ലോ, അതിങ്ങനെ പറിച്ചിങ്ങനെ ഞെക്കി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ വാങ്ങിക്കാൻ വേണ്ടി മീൻ കൊണ്ടിരുന്ന ഒരു കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ചേട്ടനോടാണ് മീൻ വാങ്ങിക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചുക്കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ താഴേക്ക് മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ, മീനെല്ലാം കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചൂര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂരയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ മീനൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇനി അത് നമ്മൾ മീനും കപ്പയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു. ഇത് ചൂരയാണ് കേട്ടോ, വെള്ളച്ചൂരയാണ്. ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, വെള്ളയുണ്ട് പിന്നെ കറുപ്പും ഉണ്ട് കേട്ടോ. കറുപ്പിന് അത്രയും ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ വെള്ള നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ ക്ലൈമറ്റ്, വെയിലായിട്ട് നിൽക്കുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഇനി അടുത്ത് മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. പെട്ടെന്ന് മഴയും വെയിലും എല്ലാം മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ മേടിച്ച മീൻ ചൂരയെ ഇത് നമ്മൾ ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ച അടയാണ്. ഇതിനകത്ത് നമ്മൾ 2 പാക്കറ്റ് എടുക്കുന്നില്ല, 1 പാക്കറ്റ് ഇപ്പം മതി. 1 പാക്കറ്റ് നമ്മൾ ചേട്ടായി വന്നിട്ട് എടുക്കാമെന്ന് കരുതിയിരിക്കണം കേട്ടോ. അപ്പോൾ അടയെ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് ഞാൻ ഒരു അട എടുക്കുന്നുള്ളൂ കേട്ടോ, 250 ഗ്രാം നമ്മൾ അട എടുക്കുകയാണെങ്കിൽ അതിന് ഡബിൾ ക്വാണ്ടിറ്റി ശർക്കര എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 250 ഗ്രാം അട എടുക്കുകയാണെങ്കിൽ 1/2 കിലോയോളം ശർക്കര വേണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടിയാണ് പോകുന്നത്. അതിനുവേണ്ടി ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം തൊട്ടടുത്ത അടുപ്പേ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. വെള്ളം അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഈ അട ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പകുതി പാക്കറ്റ് അടയോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അട ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, കാരണം ഇല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇളക്കി നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ അത്യാവശ്യം ഒന്ന് അലിഞ്ഞ് വരികയാണ്. ശർക്കരയും നമ്മൾ ഒരു സൈഡിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അട അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന ഒരു പാകമാണ് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല പച്ചവെള്ളത്തിൽ ഒന്ന് ഊറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പശപ്പ് പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 1-2 തവണ പച്ചവെള്ളത്തിൽ നമ്മൾ ഊറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഉരുളി എടുക്കുക. ഉരുളിക്കകത്തോട്ട് നമ്മൾ നന്നായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന അട അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും അട ആദ്യം തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ശർക്കരയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ കല്ലിക്കത്തേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്തോരം വേവിച്ചോ ആ ഒരു പാകത്തിൽ ഇത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ അടയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇപ്പം അരിച്ച് വെച്ചേക്കുന്ന ശർക്കരയിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കര അത് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര കുറച്ചൊന്ന് അത് അരിച്ച് വെച്ചപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കല്ലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ഉരുക്കത്തില്ല. ശർക്കര ഉരുക്കുന്ന സമയത്ത് ഒരു 1/4 ഗ്ലാസോളം വെള്ളം അത് മതി. 1/4 ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ. കാരണം നമ്മൾ എന്തോരം വെള്ളം എടുക്കുന്നോ അത്രയും ടൈം എടുക്കും ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരാനായിട്ട്, അത്രയും സമയം എടുക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു 1/2 തേങ്ങയാണ്. 1/2 തേങ്ങയുടെ പാൽ നന്നായിട്ട് പിഴിഞ്ഞ് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇത് നമ്മൾ 3 സെറ്റായിട്ടാണ് ഒഴിക്കുന്നത്. ആദ്യം നമ്മൾ 3-ാം പാൽ ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് 2-ാം പാൽ, പിന്നെ ലാസ്റ്റാണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് ഇതാ തിളച്ച് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിൻ്റെ കൂടെ പഞ്ചസാര ആഡ് ചെയ്യുകയാണ് കേട്ടോ. പഞ്ചസാര ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസോളം ആഡ് ചെയ്തിട്ടുണ്ട്. അര വേണമെന്നില്ല കേട്ടോ, ഒരു 1/4 ഗ്ലാസോളം ആണെങ്കിലും ആഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യും. കാരണം ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായി വരുന്ന ഒരു ടൈമിൽ നമ്മൾ നെയ്യും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3-ാം പാൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ 3-ാം പാൽ അത്യാവശ്യം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അത് നന്നായിട്ടൊന്ന് കുറുകി വന്ന ശേഷം മാത്രമേ നമ്മൾ 2-ാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളയില്ല കേട്ടോ. ഒട്ടും തന്നെ തിളപ്പിക്കാൻ പാടില്ല. അതിന് നന്നായിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റി തന്നെ കുറുകി വന്നോളും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് 2-ാം പാലും കൂടെ ഒഴിച്ചേക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കുന്നതെന്നൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും അറിയാമല്ലോ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലും ഒക്കെ ഒഴിക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ അതും 2-ാം പാൽ നല്ല കുറുകി വന്നതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ തലപ്പാലെന്ന് പറയുന്നത് മെയിനായിട്ടുള്ള പാൽ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് തിള വരാറാകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം അത് നമുക്കിനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. 1-ാം പാൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ താഴേക്ക് പോയി എല്ലാ സൈഡിലും അതങ്ങ് മിക്സാകും, നന്നായിട്ടൊന്ന് മിക്സാകും. അത് മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏലക്കായാണ്. ഏലക്കായും ജീരകവും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു പായസത്തിൻ്റെ ഒരു മണമൊക്കെ വരും. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജായിട്ട് നമ്മൾ ഇടുന്നത് ക്യാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഈ കിസ്മിസ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ആർക്കും ഇത് ഉപയോഗിക്കുന്ന വലിയ ഇഷ്ടമില്ല. ഇത്
കടിച്ചിട്ടുണ്ടെങ്കിലും അവരതെടുത്ത് മാറ്റി വെക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും കുറേശ്ശേ ഇടുന്നുള്ളൂ. കാഷ്യൂ നട്ട്സ് ഞാനത് പൊടിച്ചാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതധികം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇതും കൂടെ നമ്മൾ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും കേട്ടോ ഈ അടപ്രഥമൻ ഉണ്ടാക്കുന്നതൊക്കെ വലിയ പണിയാണ്, പക്ഷേ ഏറ്റവും സിമ്പിൾ അടപ്രഥമൻ ഉണ്ടാക്കാനാണ്, പെട്ടെന്ന് പണിയും തീരും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ബാക്കി എല്ലാ പായസത്തിനേക്കാളും സിമ്പിളാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.